നിങ്ങൾക്ക് ലക്ഷങ്ങൾ കിട്ടുന്നു, ഞങ്ങൾക്ക് കിട്ടുന്നത് വെറും 232 രൂപയാണ്. ആ അവകാശമായി കൂലി വേല വേണ്ടി വന്നതാണ് കൂലിക്ക്. എന്തിനു സാറേ ഈ ശാപം എവിടെ കൊണ്ട് വെക്കും? ഞങ്ങളുടെ ശാപം ദൈവമേ, ഈ ശാപം ഒരു കാലത്ത് തീരല്ലേ, ഒരു കാലത്തും തീരല്ലേ ഭഗവാന്. ഞങ്ങളോട് ഈ പാവപ്പെട്ട ജനങ്ങളോട് കാണിക്കുന്നത് ഒരു കാലത്തും തീരല്ലേ. അനുഭവിക്കും, അനുഭവിക്കും. ഞങ്ങൾ ഈ ഭൂമിയിൽ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഏറ്റവും കൂടുതലുള്ള റെക്കോർഡ് തന്നെയാണ്. ഏറ്റവും ജനങ്ങളുടെ പ്രാക്ക് മേടിച്ചതിൽ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി ആയെന്ന് വെച്ചാൽ ഉത്തരവുള്ളൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. PSC പിള്ളേരുടെ പ്രാക്ക്, പെൻഷൻകാരുടെ പ്രാക്ക് ഇപ്പോൾ കൂട്ടി കൊടുത്തു. ഇലക്ഷൻ ആയതുകൊണ്ട് ഇപ്പോൾ കൂട്ടി കൊടുത്താണ്, അത് വേറെ കാര്യം. പിന്നെ അല്ലാത്ത ആൾക്കാരുടെ, സാധാരണ ജനങ്ങളുടെ, സ്വന്തം പാർട്ടിയിലുള്ള മറ്റു ഉദ്യോഗസ്ഥരല്ല, സാധാരണ പാർട്ടി സാധാരണക്കാരെ, പാർട്ടിയിൽ വിശ്വസിച്ചിരുന്ന സാധാരണക്കാരെ പ്രാക്ക്. സത്യം പറഞ്ഞാൽ എന്തിനൊക്കെയാണ് ഇത് അദ്ദേഹം ഏറ്റുവാങ്ങാൻ നിൽക്കുന്നതെന്നുള്ളതാണ്. ഉള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ആ പാവം അത്രയ്ക്ക് വിഷമിച്ചുകൊണ്ടായിരിക്കും. അത് ഇദ്ദേഹത്തോട് വ്യക്തിവിരോധമോ ഒന്നും കൊണ്ടല്ല, അത്രയ്ക്കും കഷ്ടപ്പെട്ട് വിഷമിച്ചുകൊണ്ടായിരിക്കും ഇവർ ഈ ശാപവാക്കുകൾ ചൊരിയാൻ തോന്നും. ഇവരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ നമുക്കങ്ങനെ മറക്കാനും പറ്റില്ല. കാരണം ഇവരുടെ മുഖങ്ങളൊക്കെ, ഇവർ ഈ പ്രാകുന്ന മുഖങ്ങൾ വോട്ട് ചോദിച്ചു പോകുമ്പോൾ ഇതുപോലുള്ള ജനങ്ങളുടെ മുമ്പിലല്ലേ പോയിക്കൊണ്ടിരുന്നത്. അപ്പം നിങ്ങൾ കാണിച്ച അതേ മുഖങ്ങൾ തന്നെയല്ലേ നിങ്ങൾ വോട്ട് ചെയ്തത്, നിങ്ങളൊരു പ്രതീക്ഷ വെച്ചിട്ട്. ഈ പ്രതീക്ഷയൊക്കെ തെറ്റിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി? പാവം മനസ്സറിഞ്ഞ് ശമിക്കുക. ഇതുപോലെ ഒരുപാട് പേരുണ്ട്, കണ്ണീരഴിഞ്ഞ് മുട്ടയിലഴിഞ്ഞ് PSCയിൽ സ്റ്റുഡൻസ്. ആ സെക്രട്ടേറിയറ്റിൽ ആൺകുട്ടികളുണ്ടാകും പെൺകുട്ടികളുണ്ട്. ഹാൾ ടിക്കറ്റ് അല്ല, ആ ഹാൾ ടിക്കറ്റ് വരെ കത്തിച്ചു കളഞ്ഞു. എന്താ അവസ്ഥയായിരുന്നു? നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഇതിനൊരു പകുതിയെങ്കിലും എല്ലാം പരിഹരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞില്ല, എങ്കിലും ഒരു ആശ്വാസവാക്കെങ്കിലും കഴിയാൻ ഒരു ആശ്വാസമെങ്കിലും പറയാൻ കഴിയാത്തൊരു വ്യക്തിയാണെങ്കിൽ ആ സ്ഥാനത്ത് ഇരിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ?